നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സ്റ്റെപ്സിന് കഴിഞ്ഞ വർഷം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടത്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ സൃഷ്ടികളോട് ചെയ്യാനുള്ള ഡയറക്റ്റായിട്ടുള്ള ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ സ്ഥാപനം അതിൻ്റെ ഏറ്റവും നല്ല ഒരു കർമ്മ പ്രതലമായി മാറട്ടെ. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ സഹോദര സ്ഥാപനമായി വെട്ടുകാട് ആരംഭിക്കുന്ന സ്റ്റെപ്സ് അഥവാ ശിഹാബ് തങ്ങൾ എംപവർമെന്റ് പാലിയേറ്റീവ് സോൺ സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തിക്ക് തുടക്കമായി. വ്യവസായി നെണ്ടോളി റഫീഖിന്റെ മാതാവ് ഖദീജ കാരിക്കുഴിയൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് സെന്റർ CEO PV മൂസ അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. ബിച്ചു മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഓട്ടിസം ബാധിച്ചവർ, മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായുള്ള 32,500 ചതുരശ്ര അടി കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കിടപ്പ് രോഗികൾ, വിവിധ കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവർ തുടങ്ങിയവർക്ക് സൗജന്യ ചികിത്സയും പരിചരണവും നൽകുന്നതിനുള്ള കേന്ദ്രമാണ് ഇനി ഒരുങ്ങുന്നത്. 1000-ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ക്ലിനിക്ക് തുടങ്ങിയവയും അവിടെയുണ്ടാകും. ചടങ്ങിൽ TP അഷ്റഫ് അലി, PMA സമീർ, നസീം പുളിക്കൽ, A ഷൌക്കത്ത് അലി ഹാജി, ബ്ലോക്ക് പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ, നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ, KK ആലി, ബാപ്പു കൊണ്ടോട്ടി, കബീർ പുളിക്കൽ, മുതുവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MP മുഹമ്മദ്, പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PN നസീറ, ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻ വിളയിൽ, റഷീദ് മോളൂർ, മജീദ്, അബ്ദുൽ നാസർ നെണ്ടോളി, PV ഹസൻ, സിദ്ദിഖ് ബാബു, സലാം ഫൈസി, KP സുലൈമാൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. സിദ്ദിഖ് പരതക്കാട് സ്വാഗതവും രായൻകുട്ടി നീറാട് നന്ദിയും പറഞ്ഞു. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ കീഴിൽ അതിൻ്റെ സഹോദര സ്ഥാപനമായി ഇവിടെ വെട്ടുകാട് തുടക്കം കുറിക്കുന്ന സ്റ്റെപ്സ് ശിഹാബ് തങ്ങൾ എംപവർമെൻറ്റ് പാലിയേറ്റീവ് സോൺ എന്ന് നാമകരണം ചെയ്ത് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ തറക്കല്ലിട്ടു. അതിൻ്റെ ആദ്യഘട്ട ബിൽഡിംഗാണ് ഇപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ രണ്ടാം ഘട്ട ബിൽഡിംഗ് തറക്കല്ലിട്ട് കഴിഞ്ഞു. ആ പ്രവർത്തനവുമായി ഇതിൻ്റെ വലിയ ബൃഹത്തായ ഉദ്ദേശമാണ് ഓട്ടിസം ബാധിച്ചവർ, ഭിന്നശേഷിക്കാരായുള്ള ആളുകൾ, വീട്ടിൽ കിടപ്പിലായവർ, ഒറ്റപ്പെട്ടു പോയവർ, മറ്റ് എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള ഒരു ആശ്വാസ തണൽമരമായി ഇതിവിടെ ഈ സ്റ്റെപ്സ് ഉയർന്നു വരികയാണ്. ഏകദേശം 36 കോടി രൂപയാണ് നമ്മൾ ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ ആളുകളും സഹകരിക്കുന്നുണ്ട്. സഹകരണത്തിൻ്റെ ഭാഗമായി ഇന്ന് കാരിക്കുയ്യൻ ഖദീജ അവരാണ് ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അതുപോലെ തന്നെ മറ്റ് ഇതുപോലെയുള്ള ഇനിയും പുതിയ ബിൽഡിങ്ങുകൾ ഇവിടെ എടുക്കുകയാണ്. ഏറ്റവും നല്ല പദ്ധതി. അടുത്ത വർഷം ജനുവരി ആദ്യവാരത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടർ ബോർഡും ഇതിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ചുള്ള ഞങ്ങളുടെ ഈ മുന്നോട്ടുള്ള ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക. ന്യൂസ് ഡെസ്ക്, എയർ 1.